എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു അടിപൊളി ടേസ്റ്റിലുള്ള വെജ് ബർഗർ അങ്ങനെ വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കുന്നത് നോക്കാം. ഇത് കൊച്ചുകുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. നമ്മൾ പുറത്ത് പോയി കഴിക്കുന്നതിനെക്കാട്ടിലും അടിപൊളി ടേസ്റ്റിലാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ബർഗർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കറികൾ വേണം. നമ്മളിവിടെ ഒരു ക്യാരറ്റും അതുപോലെ 5-6 ബീൻസ്, ഒരു കോളിഫ്ലവറിൻ്റെ കാൽഭാഗം, 2 പച്ചമുളക് ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് വളരെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഫുഡ് പ്രോസസ്സറിലിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈവച്ചിട്ട് തന്നെ അരിഞ്ഞെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്ന് ആവി കയറ്റിയിട്ട് ഒന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. ഇനി ഇതിലേക്ക് 4 ഉരുളക്കിഴങ്ങ് നമ്മൾ പുഴുങ്ങി തൊലി കളഞ്ഞ് നന്നായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട്. നമ്മളെടുത്ത് വെച്ച പച്ചക്കറികൾ ഫുഡ് പ്രോസസ്സറിലിട്ട് വളരെ ഫൈനായിട്ട് നമ്മളിപ്പോൾ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് ഇനി കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഗരം മസാല, നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാല ഉണ്ടെങ്കിൽ അത്, അല്ലാന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് മേടിച്ചത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗരം മസാല നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് ചാട്ട് മസാല. ചാട്ട് മസാല എന്ന് പറഞ്ഞാൽ എല്ലാ കടകളിലും വാങ്ങിക്കാനായിട്ട് കിട്ടും. അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇട്ട് കൊടുക്കണം, അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഇതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ അല്ലാന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഗരം മസാല അതുപോലെ ചാട്ട് മസാല എന്തായാലും മസ്റ്റാണ്. ചാട്ട് മസാല ഇനി നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ജീരകം വറുത്ത് പൊടിച്ചിട്ട് ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നല്ലൊരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടി, അതായത് നമ്മളിത് കുഴച്ച് ഉരുട്ടിയെടുക്കുമ്പോൾ നന്നായിട്ട് ഇതൊന്ന് ബൈൻഡായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് കൂടി ചേർക്കുന്നുണ്ട്. ബ്രെഡ് ക്രംസ് ബ്രെഡായിട്ടാണ് നിങ്ങൾ എടുക്കുന്ന ഒരു ബ്രെഡ് എടുത്ത് നന്നായിട്ട് പൊടിച്ചിട്ട് ഇതിൽ മിക്സ് ചെയ്താൽ മതി. മിക്സിയിലൊന്നും പൊടിക്കേണ്ട ആവശ്യമില്ല, ബ്രെഡ് അല്ലാതെ തന്നെ മിക്സ് ചെയ്തിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു സ്ലറി ഉണ്ടാക്കണം. സ്ലറി എന്ന് പറഞ്ഞാൽ നമ്മളത് ഉരുട്ടിയിട്ട് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 2 ടേബിൾ സ്പൂൺ മൈദയും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് മൈദ മാത്രമായിട്ടും എടുക്കാം, കോൺഫ്ലവർ മാത്രമായിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ കുരുമുളകും ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ എക്സ്ട്രാ ആയിട്ട് ഇതിൽ കുറച്ച് ഉള്ളിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അന്നേരം ഇതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടെ ഒന്ന് അടിപൊളിയാകും. ഉള്ളിപ്പൊടിയോ വെളുത്തുള്ളിപ്പൊടിയോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് തിക്കായിട്ടുള്ളൊരു പേസ്റ്റാക്കി മാറ്റാം. ഇതിൽ മുക്കിയിട്ടാണ് നമ്മൾ വെജ് ബർഗറിൻ്റെ പാറ്റീസ് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു 4 ബ്രെഡ് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചിട്ടുള്ള ബ്രെഡ് ക്രംസും അപ്പുറത്തിരിപ്പുണ്ട്. പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോർ മൈദയുടെ കൂട്ടും റെഡി ആയിട്ടുണ്ട്. ഒരു വലിയ ഉരുള എടുക്കുക, അതിനുശേഷം ബർഗറിൻ്റെ പാറ്റിയുടെ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഷേപ്പിൻ്റെ സൈസ് എന്ന് പറയുന്നത് നമ്മുടെ ബർഗർ ബൺ എത്ര വലുതാണോ അതിൻ്റെ സൈസിനനുസരിച്ചിട്ട് നിങ്ങൾ റോൾ ചെയ്തെടുക്കാം. ആദ്യം ഈ മാവിൽ മുക്കിയിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഈ ഉരുളക്കിഴങ്ങ് കുറച്ച് സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്, അപ്പോൾ അത് നല്ല ബൈൻഡ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ 1-2 ബ്രെഡ് പൊടിച്ച് ചേർക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ബ്രെഡ് ക്രംസ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങിന് പകരം നിങ്ങൾക്ക് പല ഇൻഗ്രീഡിയൻസും ചേർക്കാം. കടല, അതുപോലെ തന്നെ വലിയ രാജ്മ ബീൻസ്, അങ്ങനെയൊക്കെയുള്ള ബീൻസും നിങ്ങൾക്ക് പകരം എടുക്കാവുന്നതാണ്. ഒന്നുകൂടെ ഹെൽത്തി ആകും. അപ്പോൾ എല്ലാം ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതൊരിക്കലും ഡീപ്പ് ഫ്രൈ ചെയ്യരുത്. ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം പൊടിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഷാലോ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. ഷാലോ ഫ്രൈ എന്ന് വെച്ചാൽ കുറച്ച് എണ്ണയിൽ നമ്മളിത് തിരിച്ചു മറിച്ചു വിട്ട് ഫ്രൈ ചെയ്തെടുക്കും. ഒരു പാത്രത്തിൽ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സമയത്ത് ഇത് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് എല്ലാ സൈഡും നന്നായിട്ട് മൊരിയിച്ചെടുക്കാം. നമ്മൾ വളരെ പൊടിയായിട്ട് പച്ചക്കറികൾ അരിഞ്ഞിരിക്കുന്ന കാരണം പച്ചക്കറികളൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇനി ഇത് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ മൊത്തത്തിൽ 6 ബർഗർ പാറ്റിക്കുള്ള അളവാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ബാക്കി ഒരെണ്ണം മുത്തിവിടെ നിന്ന് പരത്തുന്നുണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് 2 സൈഡും നന്നായിട്ടൊന്ന് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സൈഡ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചെടുക്കുമ്പം പ്രത്യേകം സൂക്ഷിക്കണം, ഒരുപാട് പൊടിഞ്ഞു പോകാതെ ഇത് മറിച്ചിട്ട് കൊടുക്കുക. നന്നായിട്ട് താഴത്തെ ഭാഗം ഫ്രൈ ആയതിനു ശേഷം മാത്രം മറിച്ചിട്ട് കൊടുക്കുക. അതുപോലെ എപ്പോഴും തവിയിട്ട് അത് ഇളക്കാതെ ഇരിക്കുക. മറിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ അതിൽ ടച്ച് ചെയ്യാൻ പോകണ്ട.
കാരണം ഇത് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളൊരു പാറ്റിയാണ്. അപ്പോൾ നമ്മുടെ ബർഗറിൻ്റെ പാറ്റീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് 2 സൈഡും നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. അത് മാറ്റി വെക്കാം. ഇനി നമുക്കിത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. സെറ്റ് ചെയ്യാനായിട്ട് നമ്മളിവിടെ ബർഗർ ബൺസ് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ ഒരു ലെയറിലേക്ക് നമ്മൾ ഗാർലിക്കിൻ്റെ മയണൈസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മയണൈസിൻ്റെ റെസിപ്പി നമ്മൾ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ ബർഗറിൽ ഇടുന്ന ടൈപ്പ് മയണൈസും കിട്ടാറുണ്ട്. അതും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ചിലർ ഈ ഗാർലിക് മയണൈസിൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു റെഡ് കളറിലാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരു ലെയറിൽ വൈറ്റ് ആയിട്ടും ഒരു ലെയറിൽ റെഡായിട്ടും നമുക്ക് വെക്കാം. അപ്പോൾ റെഡായിട്ടുള്ളത് നമ്മൾ വാങ്ങിച്ചാണ്. അത് വാങ്ങിക്കാൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഗാർലിക് മയണൈസിൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്താൽ മതി. അപ്പോൾ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ബർഗറിൽ ഇടുന്ന ബാക്കിയുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ലെറ്റസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തക്കാളി, വെള്ളരിക്ക, ഉള്ളി, അതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങളുടെ ഇഷ്ടത്തിന്. തക്കാളിയൊക്കെ വട്ടത്തിൽ സ്ലൈസ് ചെയ്ത്, ഉള്ളി ഒരുപാട് ക്രാണം ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ കുക്കുംബറും എടുത്തിട്ടുണ്ട്. ഇനി ഇത് മുകളിലായിട്ട് നമ്മൾ ഒരു സ്ലൈസ് ചീസ് വെച്ച് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത പാറ്റീസ് വെക്കാം. അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ കുറച്ച് വറുത്ത ഉള്ളി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം വറുത്ത ഉള്ളി എന്ന് പറഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് വറുത്ത ഉള്ളിയാണ്. അത് പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ വറക്കുന്ന പോലെ വറക്കുക. അപ്പോൾ ഈ വറുത്ത ഉള്ളി വെക്കുമ്പം ഈ ബർഗറിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് വേറൊരു ലെവലായി പോകും. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ് നമ്മൾ ഫ്രൈഡ് ഓണിയൻ വെച്ചിട്ട് ബർഗർ ചെയ്ത് നോക്കുമ്പോൾ. ഇതുവരെ നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. മൊത്തത്തിൽ ഈ ബർഗർ കഴിച്ചാൽ ഇതൊരു വെജ് ബർഗർ ആണെന്നേ പറയില്ല, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെന്തായാലും ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്